നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഡൽഹി സ്ഫോടന കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ കാർ പൊട്ടിത്തെറിക്കുന്നതിന് നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കേസ് അന്വേഷിക്കുന്നത് NIA പത്തംഗ സംഘമാണ്. സംഭവസ്ഥലത്ത് നിന്ന് NSG ടീം കണ്ടെടുത്ത തെളിവുകളുടെ പരിശോധന ഫലം നിർണായകം. ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന സ്ഫോടന വസ്തുക്കൾ ഭീകരർ ഉപയോഗിച്ചതായി സൂചനയുണ്ട്. പിടിയിലായ ഭീകരരെയും ബന്ധുക്കളെയും ചോദ്യം ചെയ്തതിന് പിന്നാലെ നൌഗാം സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. ജമ്മു കശ്മീരിലും ഹരിയാനയിലെ ഫരീദാബാദിലും ഒരേ സമയം പരിശോധന നടക്കുകയാണ്. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. അഭിലാഷ്, NIA പത്തംഗ സംഘം ഡൽഹി സ്ഫോടന കേസ് അന്വേഷിക്കുന്നുണ്ട്. അതിനിടെ നിർണായകമായ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നത് സംബന്ധിച്ച് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്താണ് ഈ അന്വേഷണ സംഘം നൽകുന്ന വിവരങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ എത്ര പേർ അറസ്റ്റിലുണ്ട്? എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ടോം, ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമായ ഏറ്റവും പുതിയൊരു വിവരം കൂടി പുറത്തു വരുന്നത്, നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, ഇയാൾ 3 മണി മുതൽ 6 മണി വരെ ചെങ്കോട്ടയുടെ പാർക്കിങ്ങിൽ ഇയാൾ ഉണ്ടായിരുന്നു, ഈ കാറുമായി ഉണ്ടായിരുന്നു. ഈ കാറിനകത്ത് നിന്ന് അയാൾ പുറത്തിറങ്ങിയിരുന്നില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഈ കാറിന് ചുറ്റും ഇയാൾ നിൽക്കുകയായിരുന്നു. കാറ് വിട്ട് പുറത്തു പോകാൻ അയാൾ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വരുന്ന വിവരം. അതിൻ്റെ സൂചനകളായി അന്വേഷണ സംഘം പറയുന്നത്, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അന്വേഷണ സംഘത്തിന് ഈ കാര്യം വ്യക്തമായത്. അപ്പോൾ കൂടുതൽ നിഗമനങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് ഇങ്ങനെയാണ്. അതായത് ആ ദിവസം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ചെങ്കോട്ടയിൽ ഒരുപാട് ആളുകളെത്തും. അങ്ങനെ ഒരുപാട് ആളുകളെത്തി അവിടുത്തെ പാർക്കിങ്ങിൽ ഒരുപാട് വാഹനങ്ങൾ കാണും, ആളുകൾ കാണും, തിരക്കായിരിക്കും. അവിടെ വച്ച് ഈ കാറ് പൊട്ടിത്തെറിച്ച് ആളുകളെ താൻ സ്വയം മരിക്കുകയും അതുപോലെ അവിടെ വരുന്ന നിരവധിയായ ആളുകളെ കൊല്ലുകയും ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇയാൾ ചെങ്കോട്ടയിലെ പാർക്കിങ്ങിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. എന്നാൽ അയാൾക്ക്, ഉമർ നബി എന്ന് പറയുന്ന അയാൾക്ക് തെറ്റിയത് അന്ന് തിങ്കളാഴ്ചയായിരുന്നു, ചെങ്കോട്ട അവധി ദിവസമായിരുന്നു എന്നുള്ളതാണ്. അയാൾക്ക് അവിടെയാണ് പിഴച്ചുപോയത്, ഉമർ നബി എന്ന് പറയുന്ന ഭീകരന്. അങ്ങനെ തൻ്റെ പദ്ധതി പൊളിഞ്ഞത് മനസ്സിലാക്കി 3 മണി മുതൽ 6 മണി വരെ അവിടെ തിരക്കുണ്ടാകുന്നത് ഇയാൾ കാത്തിരുന്നു. പക്ഷേ അത് സംഭവിക്കാതെ പോയതിനാലാണ് അയാൾ അവിടുന്ന് 6:20 വാഹനമെടുത്ത് പുറപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് ദേശീയ മാധ്യമങ്ങൾ വഴി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിലൊരു സ്ഥിരീകരണം നമ്മുടെ അന്വേഷണ ഏജൻസിയും കേന്ദ്ര സർക്കാരും തന്നെയാണ് നൽകേണ്ടത്. എന്നാൽ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്, നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഇങ്ങനെയാണ്. അതായത് ചെങ്കോട്ടയിലെ പാർക്കിംഗ് ഏരിയയിൽ ബോംബ് പൊട്ടിക്കാനായിരുന്നു ഈ ഉമർ നബി എന്ന് പറയുന്ന ആളുടെ ഉദ്ദേശം. പക്ഷേ അവധി ദിവസമായതിനാൽ ആളുകൾ അയാളുടെ ഉദ്ദേശം തെറ്റിപ്പോകുന്നു. പിന്നീട് വലിയൊരു സ്ഫോടനം തന്നെയാണ് ഇയാൾ, ഈ ഡോക്ടർ ഉമർ ലക്ഷ്യമിട്ടതെന്നല്ലേ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്, ഈ അന്വേഷണ സംഘം നൽകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? കാരണം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇയാൾ പദ്ധതി ഇട്ടതനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ല. പിന്നീട് ചില പരിഭ്രാന്തി ഉണ്ടാകുന്നു. കാരണം അതിന് തൊട്ട് മുൻപ്, അതായത് ഈ സ്ഫോടനം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയങ്ങളിൽ, ദിവസങ്ങളിലും മറ്റ് 2 ഡോക്ടർമാർ അറസ്റ്റിലാകുന്നു. AK-47 തോക്കും RDS അടക്കം പിടിച്ചെടുക്കുന്നു. അതോടുകൂടി പരിശോധനയും ജാഗ്രതയും കൂടുതൽ, അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം ഘടിപ്പിക്കുന്നു. ഇതോടുകൂടി ഇയാളുടെ തന്ത്രങ്ങൾ പാളി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, അതായത് ഇവർ ദീപാവലി അടക്കമുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ, അതായത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആഘോഷം നടക്കുന്ന ദിവസങ്ങളിൽ, ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലത്ത് വലിയ രീതിയിലുള്ള എക്സ്പ്ലോഷൻസ് നടത്താനായിരുന്നു ഇവരുടെ ഈ ടീമിൻ്റെ പദ്ധതി. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം 2900 കിലോയോളം വരുന്ന എക്സ്പ്ലോസീവ്സ്, സ്ഫോടന വസ്തുക്കൾ ഇവർ സൂക്ഷിച്ചു വെച്ചത്. അതിന് പിന്നാലെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഇവരുടെ നീക്കങ്ങൾ വിലയിരുത്തുകയും അതിനനുസരിച്ച് ഇവരെ കൂടെ ഉണ്ടായിരുന്ന മുസമ്മിൽ അടക്കമുള്ള ഷഹീൻ എന്ന് പറയുന്ന വനിത അടക്കമുള്ള അധീൽ, ഇവരെയൊക്കെ പിടികൂടിയതോടുകൂടി തൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും പോലീസിൻ്റെ പിടിയിലായതോടുകൂടി തന്നിലേക്കും അന്വേഷണം എത്തുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് ഇയാൾ രാവിലെ നവംബർ 10 രാവിലെ ഹരിയാനയിലെ തൻ്റെ അൽഫല യൂണിവേഴ്സിറ്റിയിലെ പാർക്കിങ്ങിൽ ഉണ്ടായിരുന്ന വാഹനമെടുത്ത് ഇയാൾ ഇറങ്ങിത്തിരിച്ചത്. 8:30 തന്നെ അയാൾ ഡൽഹിയിലേക്ക് കയറുന്നു. പിന്നീട് കൊണാട്ട് പ്ലേസ് അടക്കം, അക്ഷർധാം ടെമ്പിളുള്ള മയൂർ വിഹാർ അടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകളിൽ ഇയാൾ വാഹനവുമായി എത്തുന്നു. ഒടുവിൽ ചെങ്കോട്ട തന്നെ തൻ്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ അത് ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇയാൾ അവിടുത്തെ പാർക്കിങ്ങിലേക്ക് എത്തുകയായിരുന്നു.
ഇയാളുടെ കൂട്ടുകാർ പിടിയിലായതാണ് സത്യത്തിൽ ഇവരുടെ ഒരു എല്ലാ പ്ലാനിങ്ങും തകർത്തത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ചെങ്കോട്ടയിൽ നിരവധി ആളുകൾ ഉണ്ടാകുമെന്ന് ഇയാൾ വിചാരിച്ചു. അങ്ങനെ ആ ഒരു ധാരണയിലാണ് ഇയാൾ ചെങ്കോട്ടയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇപ്പോൾ നിലവിൽ ഈ പ്രധാനപ്പെട്ട ഈ പ്രതികളെല്ലാം നമ്മൾ വിചാരിക്കുന്നത് ഈ ഉമർ നബി എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇയാളുടെ ഒപ്പമുള്ള ആളുകളെല്ലാം നമ്മുടെ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്, നമ്മുടെ NIA കസ്റ്റഡിയിലുണ്ട്. അവരെല്ലാം ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ നബിയുടെ അമ്മയും സഹോദരങ്ങളും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഇന്നലെ 35ഓളം പേരാണ് ഈ പരിക്കേറ്റ് LNJP ആശുപത്രിയിലേക്ക് ചികിത്സ തേടിയെത്തിയത്. അതിൽ ഇവരെല്ലാവരെയും വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള മറ്റ് പുറത്തുനിന്ന് വരുന്ന ആർക്കും ഇവരെ കാണാൻ കഴിയാത്ത തരത്തിലുള്ള രീതിയിലായിരുന്നു അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നതെങ്കിലും ഇതിൽ നിന്ന് 3 പേർ മിസ്സിംഗ് ആണ് എന്നുള്ളൊരു റിപ്പോർട്ട് പലയിടത്തും വരുന്നതായി കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 പേർ എവിടെ പോയി, ഇവരാരാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നു നിൽക്കുകയാണ് ടോം. കാരണം ഇക്കൂട്ടത്തിൽ നേരത്തെ ഈ ഒക്ടോബർ 20-ാം തീയതി ഇയാൾ ഈ കാർ വാങ്ങിച്ച സമയത്ത് ഉമർ നബി കാർ വാങ്ങിച്ച് അതിനുശേഷം ആ കാറുമായി പുറത്തോട്ട് പോകുമ്പോൾ ആ പൊല്യൂഷൻ ടെസ്റ്റ് അടക്കം ചെയ്യുന്ന സമയത്ത് 3 പേർ ആ വാഹനത്തിലുള്ളതായി കാണാമായിരുന്നു. പക്ഷേ ഈ അപകടം നടക്കുന്ന സമയത്ത് ഇയാൾ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാറിൽ പോകുമ്പോഴും അവിടുത്തെ ടോൾ ബൂത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് ആ കാർ ഇയാൾ ഒറ്റയ്ക്കാണ് ഓടിച്ചിരുന്നതെന്നാണ്. പക്ഷേ ഇയാളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആ പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവരെ കാണുന്നതിന് മുമ്പാണോ ഈ വാഹനം പൊട്ടിത്തെറിച്ചത്? അതുകൊണ്ടാണോ ഇവർ ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിയ ഉടൻ ചികിത്സ തേടി ഉടൻ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടത്? തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി നമ്മുടെ മുന്നിൽ ഈ മണിക്കൂറുകളിൽ എത്തുകയാണ് ടോം. എന്തായാലും ഇപ്പോൾ നിലവിൽ ഫരീദാബാദിലും ജമ്മു കാശ്മീരിലും ഒരേ സമയം തെരച്ചിൽ നടക്കുകയാണ്. ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്നൊരു ഇമാം അടക്കം മുഹമ്മദ് മുഷ്താഖ് എന്ന് പറയുന്ന മറ്റൊരു ഇമാം, ഇങ്ങനെ നിരവധി ആളുകൾ ഇപ്പോൾ ഇയാളുമായി ബന്ധമുള്ള ആളുകളുടെ ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെ അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പുതിയ അറസ്റ്റുകൾ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വിവരമാണ്. മറ്റൊന്ന് ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന വനിതാ ഡോക്ടറുടെ അവരെ പിടികൂടിയതോടുകൂടി ജെയ്ഷെ മുഹമ്മദിന്റെ വലിയൊരു കണ്ണിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അവർ ജമാഅത്ത് ഉൽ മുമിനാത്ത് എന്ന് പറയുന്ന വനിതാ സംഘടനയുടെ നേതാവാണ്, അവർ ഇന്ത്യയുടെ കണ്ണിയാണെന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ടോം. ഇപ്പോൾ നിലവിൽ രാജ്യത്തെ നടുക്കിയ ഈ ഒരു സംഭവത്തിൽ നമുക്ക് ആശ്വസിക്കാനുള്ളത് ഇവർ വലിയ രീതിയിലുള്ള ഒരു പദ്ധതി ഇട്ടിരുന്നെങ്കിലും അതിനെ പൊളിക്കാനായിട്ട് നമ്മുടെ സുരക്ഷാ സേനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള. അതായത് കൃത്യമായ ആസൂത്രണം, നാളുകൾ നീണ്ട, ഏകദേശം ദിവസങ്ങൾ നീണ്ട, മാസങ്ങൾ നീണ്ട ഒരു ആസൂത്രണം ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടതില്ല. കാരണം നൗഗാമിൽ കഴിഞ്ഞ മാസം ജെയ്ഷയുടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇതിന്റെ അന്വേഷണത്തിൽ ഇർഫാൻ അഹമ്മദ് എന്നയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ ഇർഫാൻ അഹമ്മദാണ് ഡോക്ടർമാരെ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘത്തെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തുന്നത്. അതായത് രാജ്യത്ത് വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്, അതിനുവേണ്ടി ആളുകളെ സംഘടിപ്പിച്ചത് എന്ന് ചില സൂചനകൾ വരുന്നുണ്ട്. ഈ ഇർഫാൻ അഹമ്മദിന്റെ ഈ കേസിലുള്ള പങ്ക് എന്താണ്? ഇയാൾക്ക് ജെയ്ഷയുമായി ബന്ധമുണ്ടോ? മാത്രമല്ല ഈ ജെയ്ഷയുമായി കൃത്യമായും ബന്ധമുള്ള കൂടുതൽ പേരുടെ അറസ്റ്റ് ഈ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമോ? ടോം, ഈ ജെയ്ഷയുമായി ബന്ധമുണ്ട് എന്ന് പോലീസിന്റെ അടുത്ത് നമുക്ക് ഇപ്പോൾ നിലവിൽ ഒരു സൂചന ലഭിക്കുന്നത് ഡോക്ടർ ഷഹീൻ ഷഹീദ് എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടറിനെ പറ്റിയാണ്. തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ജമാഅത്തുൽ മുമിനാത്ത് എന്ന് പറയുന്ന സംഘടനയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നുള്ളതാണ് വിവരം. അതേസമയം തന്നെ ഈ ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന ഇമാം ഈ മുസമ്മൽ എന്ന് പറയുന്ന ആൾക്ക് താമസിക്കാനായിട്ട് അൽഫല യൂണിവേഴ്സിറ്റിയിൽ മുസമ്മലിന് താമസിക്കാനായിട്ട് ഇടം കൊടുത്ത ആളാണ് ഈ ഇർഫാൻ അഹമ്മദ്. അങ്ങനെയാണ് അയാളിലേക്ക് അന്വേഷണം എത്തുന്നത്. പിന്നീടാണ് പോലീസിന് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതായത് ഇയാളാണ് ഈ ഡോക്ടർമാരെ എല്ലാം ചേർത്ത് വച്ചിട്ട് ഇത്തരത്തിലൊരു ഭീകര സംഘടനയ്ക്ക്, അതായത് വൈറ്റ് കോളർ മൊഡ്യൂൾ, അതായത് സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഡോക്ടർമാരടക്കമുള്ള ആളുകളെ ഭീകരവാദത്തിലേക്ക് എത്തിച്ച് അവരെ ഒരു സംഘമായി ചേർത്തുകൊണ്ട് രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കൊണ്ടുവന്നത് ഈ ഇർഫാൻ അഹമ്മദാണ്. അതുപോലെ തന്നെ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് പലയിടങ്ങളിലും സ്ഫോടനം നടത്താനായിട്ട്
ഗൂഢാലോചന ഇയാൾ നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഇയാൾക്കൊപ്പം മുഹമ്മദ് ഇഷ്ടാഖ് എന്ന് പറയുന്ന ശ്രീനഗർ സ്വദേശി കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ ഈ ശ്രീനഗറിലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അവിടുത്തെ ഒരു സംഘടനയുണ്ട്. അവിടെയും ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ്. കാരണം അവർ 2019 നിരോധിക്കപ്പെട്ട സംഘടനയാണ്. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ അണ്ടർഗ്രൗണ്ടിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് ഒക്ടോബർ 19 ശ്രീനഗറിൽ പോസ്റ്റർ ഒട്ടിച്ച അതേ അവർക്ക് തന്നെ ഈ ഡോക്ടർമാരുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങൾ സൂചനകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വിവിധയിടങ്ങളിൽ ദേശീയ സുരക്ഷാ ഏജൻസികളുടെ റെയ്ഡുകൾ ഉണ്ടായത്. അതിന് പിന്നാലെ ഫരീദാബാദിലെ യൂണിവേഴ്സിറ്റിയിലും നിരവധി സുരക്ഷാ സേന അടക്കമുള്ള ആളുകളെത്തി 70ഓളം പേരെ ചോദ്യം ചെയ്തു. അതിൽ വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില വിവരങ്ങൾ കൂടിയുള്ളത്. എന്തായാലും മാത്രമല്ല ഇവർ 2020 അനന്ത്നാഗിൽ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നതാണ്. അവിടെ വെച്ചിട്ടാണ് ഈ ഡോക്ടർ അദീലും ഡോക്ടർ മുസമ്മലും അതുപോലെ ഡോക്ടർ ഉമർ നബിയും തമ്മിൽ കാണുന്നതും പരിചയപ്പെടുന്നതും. അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ചില ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ടോ, മാത്രമല്ല അവിടുത്തെ ആശുപത്രിയിൽ ഇപ്പോഴുള്ള ഡോക്ടർമാർക്ക് എന്തെങ്കിലും ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളോ പശ്ചാത്തലമോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ അന്വേഷണ പരിധിയിലുണ്ട്. എന്തായാലും വ്യാപകമായിട്ടുള്ള ചുരുങ്ങിയത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും വ്യാപിച്ചു കിടക്കുന്ന രീതിയിലുള്ള അന്വേഷണമാണ് ഈ ചെങ്കോട്ടയ്ക്ക് മുന്നിലുണ്ടായ ഈ ഒരു ദുരന്തത്തിന് പിന്നാലെ, ഒരു സ്ഫോടനത്തിന് പിന്നാലെ NIA നടത്തിക്കൊണ്ടിരിക്കുന്നത്. NSG വിഭാഗത്തിന്റെ അങ്ങനെയാണെങ്കിൽ വേറെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, വേറെ ഏതൊക്കെ നഗരങ്ങളിലാണ് ഇവർ സ്ഫോടനത്തിന് പദ്ധതി ഇട്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ NIAക്ക് ലഭ്യമായിട്ടുണ്ടോ അഭിലാഷ്? കാരണം ഈ അവസാന മണിക്കൂറുകളിലാണ് ഡോക്ടർ ഉമർ നബിയെക്കുറിച്ച് ചില സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. അതായത് അതിന് മുൻപ് 2 ദിവസങ്ങളിൽ ഡോക്ടർ മുഹമ്മിൽ ഷക്കീലിനെയും മറ്റും അറസ്റ്റ് ചെയ്യുന്നു. ഇവരിൽ നിന്നാണ് ഉമറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് ഈ സ്ഫോടനം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള മണിക്കൂറുകളിൽ ആ സമയം ഈ ഉമർ എവിടെ ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ലഭിച്ചിരുന്നോ? ഇയാൾ എത്ര നാളുകളായി ഈ സംഘത്തിനൊപ്പം ചേർന്നിരുന്നു? അതായത് ഈ ജെയ്ഷെ സംഘത്തിനൊപ്പം ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവർക്കൊപ്പം ചേർന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, ഇപ്പോൾ ഈ ഒരു തിങ്കളാഴ്ച വൈകിട്ട് ഒരു 6:50 കൂടിയാണ് ഈ ഒരു ഈ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ ഒരു മണിക്കൂറുകൾക്കകം തന്നെ, ചുരുങ്ങിയത് 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇയാളുടേതെന്ന് കരുതപ്പെടുന്ന ഒരു ചിത്രം, അതായത് ഉമർ നബി എന്ന് അറിയപ്പെടുന്ന അയാളുടെ ചിത്രം സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇയാൾ ട്രാക്കിങ്ങിലായിരുന്നു, ഇയാളുടെ പിന്നിൽ പോലീസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു 7 മണിക്കൂർ സ്ഫോടനം ഉണ്ടാകുന്നു. 8:30-9 മണിയോടുകൂടി തന്നെ ആ സ്ഫോടനത്തിന് പിന്നാലെ ഇയാളാണ് ആ വാഹനം ഓടിച്ചിരുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അയാളെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും മാധ്യമങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് അത് ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല ഇയാൾ ഈ ഡൽഹിയിലേക്ക് എത്തുന്നത് അതിന് മുമ്പായിട്ട് തന്നെ 2020 അനന്ത്നാഗിൽ ഇയാൾ അവിടുത്തെ ആശുപത്രി ഇയാൾ ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം അവിടെ പ്രവർത്തിച്ചതിന് ശേഷമാണ് ഫരീദാബാദിലെ അൽഫലയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഡോക്ടർ അത്തീൽ, ഡോക്ടർ ഉമർ നബി, അതുപോലെ ഡോക്ടർ മുസമ്മൽ ഷക്കീൽ, ഈ 3 പേരും ഒരേ സമയം കണ്ടുമുട്ടിയവരാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും വ്യക്തമാകുന്നത് 2020 മുതൽ തന്നെ ഇവർ പരസ്പരം ഒരേ പ്രത്യയശാസ്ത്രപരമായി ചില ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളത് അവിടെ വെച്ച് തന്നെ ഇവർ ഒരുമിച്ച് കണ്ടുമുട്ടുന്നതിന് കാരണമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷമാണ് ഇവർ ഒരുമിച്ച് ഹരിയാനയിലെ ഫരീദാബാദിലേക്ക് നീങ്ങുന്നത്. പക്ഷേ ഇവരുടെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യപ്പെടുന്നിടത്താണ് ഇവരുടെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞത് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ഓരോ ഭാരതീയൻ്റെയും ഭാഗ്യം കൊണ്ടാകാം ഇവർ കൂടുതൽ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവരെ പിടികൂടാൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭാഗ്യമായിട്ട്, നമ്മുടെ സുരക്ഷാ സേനകളുടെ കഴിവായിട്ട് നമുക്ക് അതിനെ കരുതാം. പക്ഷേ ആ കാലഘട്ടം മുതൽ തന്നെ ഇവർ പ്ലാൻ ചെയ്ത് മുന്നോട്ട് വരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം അതിലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത്, ഇവരെല്ലാം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ആൾക്കാർ കൂടിയാണ്, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നവർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള കുട്ടികളെ അടക്കം പഠിപ്പിക്കുന്ന ആളുകൾ അവരിലേക്ക് എന്തൊക്കെയാണ് കുത്തിവെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാകേണ്ടതുണ്ട്. ഇവർ ആരൊക്കെയുമായിട്ടാണ് സംസാരിക്കുന്നത്, ക്ലാസ് ടൈമിന് ശേഷവും ഇവർ കുട്ടികളുമായി സംസാരിക്കുന്നത്
സംസാരിക്കുന്നുണ്ടോ, അത് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നത്, ഏത് വിധത്തിലാണ് ഇവർ സാറ്റലൈറ്റ് ഫോണുകളൊക്കെ ഉപയോഗിച്ചിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചാൽ മാത്രമേ ഇവരുടെ ഭീകര പ്രവർത്തനങ്ങൾ ഏത് തരത്തിലായിരുന്നു, അത് എത്രത്തോളം മുന്നിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ അതെല്ലാം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് NIA അടക്കമുള്ള സംഘങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇവർക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിൽ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ 2900 കിലോയോളം സാധനങ്ങൾ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി, അത് അവർ എത്ര നാൾ സൂക്ഷിച്ചു, ആരെത്തിച്ചു, ഇത് എങ്ങനെ സൂക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇത് പുറത്തറിയാതെ എത്ര നാൾ സൂക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളടക്കം, എന്നാണ് ഇവരിത് ശേഖരിച്ചു വെച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചു പോരുന്ന ചില സാധനങ്ങൾ പോലും ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കളുടെ സാമ്പിളുകൾ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് NSGയുടെ ഫോറൻസിക് ടീമിന് ലഭിച്ചിരുന്നു. അതിൻ്റെ പരിശോധനാ ഫലം നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ പരിശോധനാ ഫലങ്ങൾ വരും. അത് വരുമ്പോഴായിരിക്കും കൂടുതൽ എന്തൊക്കെ എക്സ്പ്ലോസീവ്സ് ആണ് ഇവർ ആ കാറിനകത്ത് ഉപയോഗിച്ചിരുന്നത് എന്ന് കൃത്യമായി നമുക്ക് പുറത്തു പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അമോണിയം നൈട്രേറ്റിൻ്റെ സാന്നിധ്യം ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിനപ്പുറം മറ്റേതെങ്കിലും വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഈ NSG ടീമിന്റെ ഫോറൻസിക് ടീമിന്റെ റിപ്പോർട്ട് വരുമ്പോഴേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ടോം, വ്യക്തമാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ കമ്മീഷണർ N വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും പത്മകുമാർ സാവകാശം തേടിയിട്ടുണ്ട്. അതിനിടെ എല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെയെന്ന റിമാൻഡ് റിപ്പോർട്ടും പുറത്തു വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുന്നതിനിടെ വിശ്വസ്തനായ N വാസുവിന്റെ അറസ്റ്റ് CPM-നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. BV അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇവിടെ എല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നുവെന്ന റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശം അതീവ ഗൗരവമുള്ളതാണ്. പ്രത്യേകിച്ചും സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. വാസുവിന് പിന്നാലെ പത്മകുമാറിൻ്റെയും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ? എന്താണ് SITയുടെ അടുത്ത നീക്കം? ടോം, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തുടർച്ചയായ അറസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ CPM അതിനെ പ്രതിരോധിക്കാൻ പറഞ്ഞത് അറസ്റ്റിലായവരുടെ രാഷ്ട്രീയം നോക്കണം, അതെല്ലാം കോൺഗ്രസ് അനുഭാവികളോ കോൺഗ്രസ് സംഘടനാ നേതാക്കളായിരുന്നവരോ ഒക്കെ ആയിരുന്നു. CPM-ന് ഒരു ബന്ധവുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരെയും സംരക്ഷിക്കില്ല. ഇന്നലെയും CPM സംസ്ഥാന സെക്രട്ടറി N വാസുവിന്റെ അറസ്റ്റിന് ശേഷവും പറഞ്ഞ കാര്യം അതുതന്നെയാണ്. പക്ഷേ അങ്ങനെ മാത്രം പറഞ്ഞ് കൈയൊഴിയാൻ കഴിയുന്ന കാര്യങ്ങളല്ല CPM-ന് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ ഈ വിഷയത്തിലെ പോലീസിന്റെ SITയുടെ തുടർ നീക്കങ്ങളും. N വാസു CPM-ന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, ഏറ്റവും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന് അപ്പുറത്തേക്ക് CPM അംഗം കൂടിയായ ആളാണ്. അത്തരമൊരാളെ രണ്ടു തവണ ദേവസ്വം കമ്മീഷൻ സ്ഥാനത്തേക്കും ഒരു തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും CPM നിയോഗിച്ച ആളാണ് N വാസു. അത്തരമൊരാൾക്കെതിരെ ഇങ്ങനെ അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണത്തിന്, കൂടുതൽ പ്രതികരണത്തിന് CPM തയ്യാറാകേണ്ടി വരും. അടുത്ത ആരൊക്കെയാണ് ഈ കേസിൽ ഇപ്പോൾ വാസുവിൽ എത്തി നിൽക്കുന്നു. അതിനും അപ്പുറത്തേക്ക് അന്വേഷണം പോയാൽ, ഇനി കൂടുതൽ അന്വേഷണം വാസുവും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ A പത്മകുമാറിനെ പോലും വൈകാതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന സൂചനകളുണ്ട്. A പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോവുകയോ ചെയ്താൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. CPM-നെ പ്രതിരോധിക്കാൻ കൂടുതൽ വിശദീകരണം നൽകേണ്ട സാഹചര്യമുണ്ടാകും. ഒരു തരത്തിലും CPM-ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കല്ല കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. വാസു CPM ഇത്രയും പ്രധാനപ്പെട്ട ആളാണ്. പത്മകുമാർ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. ഈ അന്വേഷണം തുറന്നും മുകളിലേക്ക് പോകണം. അതാണ് BJPയുടെയും അതുപോലെ കോൺഗ്രസിന്റെയും ഒക്കെ ആവശ്യം. ഉദ്യോഗസ്ഥൻ മാത്രം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരിൽ മാത്രം നിന്നാൽ പോരാ, ദേവസ്വം മന്ത്രിയിലേക്ക് പോകണം, മന്ത്രിയുടെ രാജി വേണമെന്ന ആവശ്യമൊക്കെയാണ് ഇപ്പോൾ BJPയും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ ഈ മണിക്കൂറുകൾ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ വാസുവിലെത്തി നിൽക്കുന്നു. ഏതു നിമിഷവും പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം. തെളിവുകൾ പ്രതികൂലമെങ്കിൽ അല്ലെങ്കിൽ തെളിവുകൾ ഇയാൾക്കെതിരെയാണെങ്കിൽ, പത്മകുമാറിനെതിരെയാണെങ്കിൽ അയാളുടെ അറസ്റ്റും വൈകാതെ ഉണ്ടായേക്കും. അത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമാക്കുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും ഈ പത്മകുമാറിന്, അതായത് വാസുവിന്റെ പങ്ക് സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. കാരണം സ്വർണ്ണപ്പാളി അത് ചെമ്പാക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടലുകൾ പലതും വാസു മറച്ചുവെച്ചു എന്ന കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റും മറ്റു നടപടികളും ഉണ്ടായത്. പത്മകുമാറിന് ഈ കേസിലുള്ള പങ്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം നൽകുന്ന വിവരം? അരുൺ,
പത്മകുമാറിന്റെ കാലത്താണ് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോയത് അത് ദേവസ്വം ബോർഡിന്റെ കൂടി അറിവോടെയാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വരുമ്പോൾ സ്വാഭാവികം പത്മകുമാർ ആ കേസിൽ പ്രതിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്മകുമാറിനെ പ്രതി ചേർത്തത്. സ്വാഭാവികമായി ഈ കേസ് ഓരോരുത്തരെയായിട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിക്കുകയും അറസ്റ്റിലേക്ക് പോവുകയുമാണ്. പത്മകുമാറിനെ ഒരു തവണ ചോദ്യം ചെയ്യാൻ വിളിച്ചു, അദ്ദേഹം അനാരോഗ്യം പറഞ്ഞ് അന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അധികം വൈകാതെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഇനിയും 1-2 ഉദ്യോഗസ്ഥർ കൂടി ഈ കേസിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാനുണ്ട്. അവരുടെ അറസ്റ്റിന് ശേഷമാകും ഒരുപക്ഷെ പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം കടക്കുക. വാസു CPI-യുമായി വളരെ ബന്ധമുള്ള ആളാണ്. പത്മകുമാർ ആകുമ്പോൾ ഒന്നുകൂടി ആ ബന്ധം ശക്തമാണ്. അദ്ദേഹം CPI-യുടെ പ്രധാനപ്പെട്ട നേതാവാണ്. ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായി എണ്ണപ്പെട്ട നേതാവാണ് പത്മകുമാർ. ഏറ്റവും ഒടുവിൽ കൊല്ലം ജില്ലാ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടുത്താതെ ഒരു പ്രതിഷേധവുമൊക്കെ അറിയിച്ച നേതാവാണ്. ആ തലത്തിൽ ഉയർന്നു നിൽക്കുന്ന നേതാവാണ് പത്മകുമാർ. പക്ഷേ ആ പത്മകുമാറിലേക്ക് അന്വേഷണം വന്നാൽ CPM അവിടെ കൂടുതൽ പ്രതിരോധത്തിലാകും. ഇന്നലെയും സംസ്ഥാന സെക്രട്ടറിയൊക്കെ പറഞ്ഞ ആരായാലും അയ്യപ്പന്റെ ഒരു തരി പൊന്നെങ്കിലും എടുത്താൽ സ്വർണം എടുത്ത ആരായാലും ഒരു തരത്തിലുള്ള സഹകരണവും അതിലുണ്ടാകില്ല, ഒരു തരത്തിലുള്ള സംരക്ഷിക്കാൻ ശ്രമിക്കില്ല. അവർക്ക് വേണ്ടി ഒരു പറയാൻ CPM വരില്ല. അവരെ അറസ്റ്റ് ജയിലിൽ അടക്കേണ്ട നിലപാട് CPM പറയുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞാലും CPM നിയോഗിച്ച ആളുകൾ, പ്രത്യേകിച്ച് വാസുവായാലും പത്മകുമാറായാലും, അവർ ഈ കേസിൽ പ്രതിയാകുമ്പോൾ, സ്വർണ്ണമോഷണ കേസിലായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയാകുമ്പോൾ CPM സ്വാഭാവികമായും വലിയ പ്രതിരോധത്തിലേക്ക് പോകും. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി അതിന് പ്രധാന കാരണമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടന്നിരിക്കുന്നു, പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച അതിന്റെ വിജ്ഞാപനം പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ CPM തീർച്ചയായും അരുൺ, അങ്ങനെയെങ്കിൽ ഇക്കഴിഞ്ഞ ഭരണസമിതി, അതായത് PS പ്രശാന്തിന്റെ ഭരണസമിതിക്ക് കീഴിലും സമാനമായ രീതിയിലുള്ള ആരോപണത്തിന്റെ സംശയം നിലനിൽക്കുന്നുണ്ടോ? PS പ്രശാന്തിലേക്കും അന്വേഷണം നീങ്ങേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? ഇതുവരെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഒന്നും ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. അത്തരം ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡ് 2025 ഉത്തരവിട്ടിരുന്നു. അത് ദേവസ്വം പ്രസിഡന്റ് തന്നെ അറിഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിരുന്നു. പക്ഷേ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നല്ല, സ്പോൺസറുടെ കയ്യിൽ നിന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇപ്പോൾ ദേവസ്വം ബോർഡിനെ പ്രതി ചെയ്തിട്ടില്ല. പക്ഷേ അന്വേഷണ ഭാഗം ഒരുപക്ഷെ അതും ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. അത്തരം ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ അത്തരം മൊഴിയെടുപ്പൊക്കെ വൈകാതെ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. ഇപ്പോഴത്തെ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അംഗങ്ങളോ അതിൽ പ്രതിയല്ല. പക്ഷേ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ ഇതിൽ പ്രതിയായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടരന്വേഷണത്തിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ ബോർഡിനെയും പ്രതിയാക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത് വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിക്കും എല്ലാ കാര്യങ്ങളും അറിയാം. കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയതും നിർദ്ദേശം നൽകിയതും ഭരണ നേതൃത്വമാണ്, ഉദ്യോഗസ്ഥരല്ല എന്ന നിലപാടാണ് BJP-യും കോൺഗ്രസും ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ താരങ്ങളെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടൻ അമിത് ചക്കാലക്കലിന് നോട്ടീസ് നൽകി. ദുൽഖർ സൽമാനും ഉടൻ നോട്ടീസ് നൽകുന്നതുമാണ് വിവരം. നവമി ദിനേശ് ചെയ്തുകൊണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി, എന്തായാലും സിനിമാ താരങ്ങൾ EDയുടെ ചോദ്യം മുന്നിലേക്ക് എത്തുകയാണ്. അമിത് ചക്കാലക്കലിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. എന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ദുൽഖർ സൽമാനും ഉടൻ തന്നെ നോട്ടീസ് നൽകുന്ന വിവരമുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ പേർക്കെതിരെ നടപടികളിലേക്ക് കടക്കുന്നു, ED നടപടികളിലേക്ക് കടക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ആണ് ആദ്യ അന്വേഷണം തുടങ്ങിയത്. 17 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിനെ തുടർന്നാണ്. ആ റെയ്ഡിൽ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീടുകളും ഉൾപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് ഇവരുടെ വാഹനങ്ങളും കസ്റ്റംസ് പിടിച്ചെടുക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു അന്വേഷണത്തിൽ ED കൂടി പങ്കുചേരുകയായിരുന്നു. EDയുടെ പ്രധാനപ്പെട്ട അന്വേഷണം ഇതിലൊരു ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ വാഹനം വാങ്ങുന്നതിന് വേണ്ടി ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്ന വാഹനം ഇടനിലക്കാർ വഴിയാണ് ഇവർ സ്വന്തമാക്കുന്നത്. ഇതിന്റെ പണം നൽകുന്നതിനടക്കം കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമാണ് EDയുടെ മുന്നിലുള്ളത്. അതിന്റെ ഭാഗമായാണ് ഈ ഒരു അന്വേഷണത്തിൽ കൂടി ED ഇടപെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ദുൽഖർ സൽമാന്റെ അമിത് ചക്കാലക്കലിന്റെ വീടുകളിലും ദുൽഖർ സൽമാന്റെ വെൽഫെയർ പ്രൊഡക്ഷൻ കമ്പനിയിലുമൊക്കെ ED ഉദ്യോഗസ്ഥർ ഒരു റെയ്ഡ് നടത്തിയിരുന്നു. അതിൽ ചില രേഖകളും പിടിച്ചെടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ
നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ദുൽഖർ സൽമാൻ ഉടൻ തന്നെ നോട്ടീസ് നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമിത് ചക്കാലക്കിനോടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ചില തടസ്സം കാരണം ഉടനെ ഹാജരാക്കാൻ കഴിയില്ല എന്നാണ് അമിത് ചക്കാലക്കൽ മറുപടി നൽകിയിരിക്കുന്നത്. ഒപ്പം സാവകാശം കൂടി തേടിയിട്ടുണ്ട്. ഇവരോട് ചില രേഖകൾ, ഈ ബാങ്ക് ഇടപാട് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇഡിയുടെ ഒരു ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ഉണ്ടാകും. ഇഡിയെ സംബന്ധിച്ച് നിർണായകമായ ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. ദുൽഖർ സൽമാൻ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് നിയമപരമായി തന്നെയാണ് താൻ ഈ വാഹനം വാങ്ങിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു തരത്തിലുള്ള നിയമലംഘനമൊന്നും ഇല്ല, പ്രത്യേകിച്ച് കള്ളപ്പണം വെളുപ്പിക്കലൊന്നും തന്നെ ഇതിന്റെ പിന്നിലില്ല. താൻ എല്ലാ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ വാഹന കച്ചവടം നടത്തിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള രേഖകൾ തന്റെ പക്കലുണ്ടെന്നാണ് ദുൽഖർ സൽമാൻ കോടതിയിലടക്കം വ്യക്തമാക്കിയത്. ഈ വാഹനം, അതിൽ ഒരു ഡിഫൻഡർ വാഹനം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഈ വാഹനം നിരത്തിലിറക്കരുതെന്ന നിർദ്ദേശത്തിൽ കസ്റ്റംസ് ദുൽഖർ സൽമാന് വാഹനം വിട്ടു നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇഡി ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ അമിത് ചക്കാലക്കലും പറയുന്നത് ഇതിനു മുൻപും കസ്റ്റംസ് അടക്കം തന്റെ വാഹനം പരിശോധിച്ചതാണ്. വാങ്ങി എന്നുള്ളതാണ് ഈ താരങ്ങൾ ചെയ്തൊരു കുറ്റം. അതായത് അവരുടെ അറിവോടുകൂടിയല്ല, ഇത്തരം നികുതി വെട്ടിച്ചുകൊണ്ട് കടത്തിക്കൊണ്ട് വന്ന ഒരു വാഹനമാണ് ഇതെന്ന് ഒരുപക്ഷെ ദുൽഖർ സൽമാനും ഈ മറ്റു താരങ്ങളും ഒരുപക്ഷെ അറിഞ്ഞിരിക്കില്ല. മറ്റെന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഇവരിൽ നിന്നും ചോദിച്ചറിയുക? കാരണം കൃത്യമായ രേഖകൾ ഇല്ലെങ്കിൽ എന്തായിരിക്കും കൂടുതൽ ഇവർക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാവുക എന്നറിയണം. നിലവിൽ ഇഡിയുടെയും കസ്റ്റംസിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെയാണ്, ആരിലേക്കൊക്കെയാണ് നീങ്ങുന്നത്? ഇടനിലക്കാർ, വാഹനം വാങ്ങിയവർ, മറ്റ് ആരൊക്കെയാണ് ഇഡിയുടെ അന്വേഷണ പരിധിയിലുള്ളത്? വിദേശ വ്യവസായി, അതോടൊപ്പം തന്നെ കാർ ഡീലർമാർ ഉൾപ്പെടെയുള്ളവർക്കും ഇഡി നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരവും. ഇവരും ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന വാഹനം കൈപ്പറ്റിയവരാണ്, വാങ്ങിയവരാണ്. അവരോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ഭൂട്ടാനിൽ നിന്നും വാഹനം കടത്തിക്കൊണ്ടുവരുന്ന ആളുകൾ, ഇതിന്റെ ഇടനിലക്കാർ, ഇവിടെ ആരൊക്കെയാണ് വാഹനം വാങ്ങിയത്, എല്ലാവരിലേക്കും അന്വേഷണം നീട്ടാൻ തന്നെയാണ് ഇഡിയുടെ തീരുമാനം. ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് ഇഡിയുടെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാകുന്നത്. അതിനെ തുടർന്നാണ് ഇവരുടെ വീടുകളിലടക്കം റെയ്ഡിലേക്ക് പോലും ഇഡി കടന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്നൊക്കെ നിർണായകമായിട്ടുള്ള രേഖകളും ഇഡിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ആധികാരിക പരിശോധിക്കലാണ് അടുത്ത ചോദ്യം ചെയ്യലിൽ ഉണ്ടാകുക. അതിനു വേണ്ടിയിട്ടാണ് ഇരുവരോടും ഹാജരാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഇഡിയുടെ അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുമ്പോൾ തന്നെയാണ് കസ്റ്റംസും ഇവരുടെ വാഹനം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ഭൂട്ടാനിൽ നിന്നും വാഹനം കടത്തിയതുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ കസ്റ്റംസിനും ലഭിച്ചിരുന്നു. അതിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കുകയും അവരുടെ വിശദമായ ചോദ്യം ചെയ്യലടക്കം നടത്തുകയും ചെയ്തിരുന്നു. എന്നാലും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നൊരു ഘട്ടത്തിലേക്കാണ് കസ്റ്റംസ് കടന്നിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഇതിൽ ദുൽഖർ സൽമാൻ തുടക്കം മുതൽ പറയുന്നത് തനിക്ക് അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘവുമായിട്ടൊന്നും പരിചയമില്ല. സാധാരണ തനിക്ക് വാഹനങ്ങളോട് വലിയ രീതിയിൽ ഇഷ്ടമുള്ള ആളാണ്. ആ രീതിയിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ സ്വന്തമാക്കുന്നത് പണ്ട് മുതലേ ഉള്ള ശീലമാണ്. അതിന്റെ ഭാഗമായാണ് ഈ ഡിഫൻഡർ വാഹനം ഉൾപ്പെടെ സ്വന്തമാക്കിയത്. പക്ഷെ അതിൽ തന്റെ അനുമതി കൂടാതെ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും കാണിക്കാതെ അകാരണമായാണ് ഈ കസ്റ്റംസ് ഈ വാഹനം പിടിച്ചെടുത്തതെന്ന് ആയിരുന്നു കോടതിയിലടക്കം ദുൽഖർ സൽമാൻ വാദിച്ചിരുന്നത്. പിന്നീട് ഹൈക്കോടതി ഉത്തരവിടുകയും ഇതിനെ തുടർന്ന് ദുൽഖർ സൽമാന്റെ വാഹനം എന്തുകൊണ്ടാണ് പിടിച്ചുവെച്ചതെന്നൊരു വിശദീകരണം കസ്റ്റംസിനോട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ വാഹനം വിട്ടുകൊടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ലേ എന്നുകൂടി ഹൈക്കോടതി ചോദിക്കുകയും പിന്നീട് ദുൽഖർ സൽമാന്റെ അപേക്ഷ പരിഗണിച്ച കസ്റ്റംസ് ഈ വാഹനം വിട്ടു നൽകുകയും ചെയ്തു. ചില ഉപാധികളോടെയായിരുന്നു ഈ വാഹനം വിട്ടു നൽകിയത്. ആൾ ജാമ്യവും ബോണ്ടും നൽകേണ്ട സാഹചര്യമുണ്ടായി. അതോടൊപ്പം ഈ വാഹനം നിരത്തിലിറക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകി ആണ് ഈ ഡിഫൻഡർ വാഹനം ദുൽഖർ സൽമാന് തിരികെ നൽകിയത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടിയാണ് ഇഡിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്.
യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. പെരുമ്പാവൂരിൽ മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൂടലപ്പാട് സ്വദേശി ബൈജുവിനാണ് വെട്ടേറ്റത്. സംഭവത്തിൽ വെങ്ങോല സ്വദേശി സിദ്ദിഖ് പോലീസ് കസ്റ്റഡിയിലാണ്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? മദ്യലഹരിയിൽ നടത്തിയ ആക്രമണം, അതിനപ്പുറം എന്തെങ്കിലും വ്യക്തിവിരോധമുണ്ടോ സംഭവത്തിന് പിന്നിൽ? ടോം, ഇവിടെ പെരുമ്പാവൂരിൽ ബിവറേജിന് സമീപമായിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മദ്യലഹരിയിൽ തന്നെയാണ് രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായ ശേഷം ഒടുവിൽ വെട്ടിപ്പരുക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ബൈജുവിനെ വെട്ടിപ്പരുക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു. ഇത് ഈ ബൈജു എന്ന് പറയുന്ന ആൾ രാവിലെ തന്നെ ബിവറേജിലെത്തി മദ്യം വാങ്ങിയ ശേഷം മറ്റുള്ളവർക്ക് നൽകി വരുന്ന ഒരാളായിരുന്നു. അങ്ങനെ ബൈജു നൽകിയ മദ്യത്തിൽ ശീതളപാനീയം കലർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് സിദ്ദിഖും ഇയാളും തമ്മിൽ തർക്കത്തിലാവുന്നത്. അങ്ങനെയാണ് ആ തർക്കം വലിയ തർക്കമായി മാറുകയും പിന്നീട് അത് ഈ സിദ്ദിഖ് പ്രകോപനമുണ്ടായ ശേഷം വാക്കത്തിയെടുത്ത് ഈ ബൈജുവിനെ വെട്ടിപ്പരുക്കേൽപ്പിക്കുകയാണ്. ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട് ബൈജുവിനെ. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. ഇതുമായി ബന്ധപ്പെട്ട സിദ്ദിഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുടലപ്പാട് സ്വദേശിയാണ് സിദ്ദിഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിലവിൽ ബൈജുവിനെ ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബൈജുവും ഇയാളും തമ്മിൽ പ്രകോപനപരമായുള്ള തർക്കത്തിലേക്ക് വന്നതാണ്. അത് പ്രത്യേകിച്ചും മദ്യപിച്ച ശേഷമുണ്ടായ തർക്കമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൈജു ഇത്തരത്തിൽ മദ്യം വിൽക്കുന്ന ആളാണ്. ബിവറേജിലെത്തി മദ്യം കളക്ട് ചെയ്ത ശേഷം മറ്റുള്ളവർക്ക് നൽകി വരുന്ന ആളാണ്. അതിൽ ശീതളപാനീയം കലർത്തി എന്ന് പറഞ്ഞുണ്ടായ തർക്കമാണ് ഈ ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തിയത്. ടോം, ആ സമയത്ത് ഈ എങ്ങനെയുണ്ട് ഇപ്പോൾ ഇയാളുടെ ഈ ആക്രമണത്തിൽ ഇരയായ ആളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? കാരണം അതിനെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണത്. പിന്നാലെ നടന്ന് ക്രൂരമായി വെട്ടുന്നു, അതായത് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇയാളുടെ ആക്രമണം. തീർച്ചയായിട്ടും. കാരണം ഈ മദ്യം കഴിച്ചിരുന്നത് കൊണ്ട് ആ അവസ്ഥയിലായിരുന്നില്ല ഈ സിദ്ദിഖ് എന്ന് പറയുന്ന ആൾ, സ്വബോധത്തിലായിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതേസമയം തർക്കം വലിയ പ്രകോപനമാവുകയും അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ ടോം സൂചിപ്പിച്ചതുപോലെ ബൈജുവിനെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ സമയത്ത് ഒരു പക്ഷെ അത്ര ഒരു പ്രകോപനം ഉണ്ടായേക്കാം. അങ്ങനെയാണ് ഈ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയതും ഈ വക്കത്തിട്ട് വെട്ടുന്നതിലേക്ക് പോയതും അങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാണുമ്പോൾ നമുക്ക് ഭീതി തോന്നിക്കുന്ന തരത്തിലുള്ള അത്രയും ഭീതിതമായിട്ടുള്ള ദൃശ്യമാണ് എന്തായാലും നമുക്ക് ലഭിച്ചിട്ടുള്ളതും. അങ്ങനെയാണ് അത് ബൈജുവിനെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെയാണ് അതിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ബൈജു നിലവിലുള്ളത്. ഇതും നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ പെരുമ്പാവൂരിൽ ബിവറേജിന് സമീപത്തായിട്ടാണ് ഈ ആക്രമണം നടത്തിയ ആൾ ഇതിനു മുൻപ് ഏതെങ്കിലും കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളാണോ? പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണോ? ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ഇയാൾ? അത്തരം കാര്യങ്ങൾ വ്യക്തമല്ല ടോം. കാരണം അത്തരം കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല എന്നാണ്. കാരണം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് ഈ സിദ്ദിഖിന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിനെ ചുറ്റിപ്പറ്റിയും ബൈജുവിനെ ചുറ്റിപ്പറ്റിയും കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെയാണ് എന്തായാലും സിദ്ദിഖിന്റെ കൂടുതൽ വിവരങ്ങൾ, അതായത് സിദ്ദിഖ് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ, ഇത്തരം മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണോ എന്നുള്ള കാര്യത്തിലൊന്ന് വ്യക്തത വരാനുണ്ട്. എന്തായാലും അങ്ങനെയല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ നിലവിൽ അത്തരം വിവരങ്ങൾ ലഭ്യമല്ല. എന്തായാലും പോലീസ് ഈ സിദ്ദിഖിന്റെയും ബൈജുവിനെയും ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ, അതായത് ഈ ബൈജു ബിവറേജിലെത്തി ഇത്തരം മദ്യം വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏത് ഇതിലാണ്, നിയമവിരുദ്ധമായിട്ടാണോ, അത്തരം കാര്യങ്ങളും കൂടി പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. എന്തായാലും നിലവിൽ അയാൾ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. ബൈജുവിന്റെ നിലയെപ്പറ്റി, അതായത് ഗുരുതരാവസ്ഥ തരണം ചെയ്തു എന്നുള്ളൊരു സാഹചര്യം പറയാറായിട്ടില്ല കേട്ടോ. യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂരിലാണ് മദ്യലഹരിയിൽ ആക്രമണം ഉണ്ടായത്. മലപ്പുറത്ത് മകളെ കൊലപ്പെടുത്തിയ അമ്മ ആത്മഹത്യ ചെയ്തു. എടപ്പാളിനടുത്ത് മണൂരിലാണ് സംഭവം. മാണൂർ
പറക്കുന്ന് പുതുക്കോടി സ്വദേശിനി അനിതകുമാരിയാണ് 35-കാരിയായ മകൾ അഞ്ജനയെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയത്. അഞ്ജനയെ വീടിന് പുറത്ത് വെള്ളം നിറച്ച ഡ്രമ്മിൽ മരിച്ച നിലയിലും അനിതകുമാരിയെ തൊട്ടടുത്ത് തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഏറെ ദാരുണമായിട്ടുള്ള സംഭവമാണ്, ഒരു വീട്ടിൽ നടന്ന കൂട്ടമരണം. എന്താണ് ഈ ആത്മഹത്യക്ക്, മകളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്തതിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ടോം, ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം നാട്ടുകാർ അറിയുന്നത്. ഈ യുവതി 33 വയസ്സുള്ള ഈ അഞ്ജന എന്നുള്ള യുവതി ഓട്ടിസ്റ്റിക് ആണ്. അവർക്ക് അരയ്ക്ക് താഴേക്ക് തളർന്ന അവസ്ഥയാണുള്ളത്. സെറിബ്രൽ പാൾസി ഉണ്ട്. അത്തരത്തിലൊരു ഭിന്നശേഷിക്കാരിയാണ് ഈ കൊല്ലപ്പെട്ട മകൾ. ഇവരുടെ ഭർത്താവ്, അനിതാകുമാരിയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. അപ്പോൾ മുതൽ അവർക്ക് വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, വിഷാദരോഗം ഉണ്ടായിരുന്നു എന്നാണ് അറിയാനാകുന്നത്. ഇത് രണ്ടും ഈ മകളെ പരിചരിക്കുന്നതിലെ പ്രശ്നങ്ങളും മകളുടെ സാഹചര്യങ്ങളും അസുഖവും ഒക്കെ ഇവരെ വല്ലാതെ വേട്ടയാടിയിട്ടുണ്ടാകണം. അതായിരിക്കാം ഇങ്ങനൊരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്. മകളെ ടാങ്കിലെ വെള്ളത്തിൽ മുക്കിയാണ് കൊന്നിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം അനിതാകുമാരി വീടിനടുത്തുള്ള ഒരു മരത്തിൽ കെട്ടിത്തൂങ്ങിയാണ് മരിച്ചത്. അവർ സ്വയം കൈ മുറിക്കുകയും ചെയ്തിരുന്നു. മകൻ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനാണ്. അയാൾ ജോലിക്ക് പോയ സമയത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നാട്ടുകാരാണ് ഈ സംഭവം അറിഞ്ഞതും തുടർന്ന് പോലീസിനെ അറിയിച്ചതും. പോലീസിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മകളുടെ മോശം ആരോഗ്യാവസ്ഥയും സാഹചര്യങ്ങളുമായിരിക്കാം അമ്മയെ ഈ കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന് വേണം നമുക്ക് വിലയിരുത്തുവാൻ. അതിനപ്പുറം, അതായത് ഈ മകളുടെ മോശം ആരോഗ്യാവസ്ഥയ്ക്ക് അപ്പുറം മറ്റെന്തെങ്കിലും കാരണം, ഒരു കുടുംബ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ, അതോ ഇത് മാത്രമാണോ ഈ ദാരുണമായ സംഭവത്തിന് കാരണമായത്? അനുമോദ്, നിലവിലെ സാഹചര്യത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലാണ് പ്രാഥമികമായിട്ട് നമുക്ക് ആ പ്രദേശവാസികളിൽ നിന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. അമ്മ ഈ അനിതാകുമാരി കുറച്ച് കാലങ്ങളായിട്ട് ഈ വിഷാദത്തിന്റെ ഒരു ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അതിനു പുറമെ ഇത്രയും വയസ്സുള്ള ഒരു കുട്ടിയെ, 30 വയസ്സിലേറെ പ്രായമുള്ള ഒരു മകളെ, പ്രത്യേകിച്ച് ഓട്ടിസ്റ്റിക് ആയ കുട്ടിയെ, അരയ്ക്ക് താഴെ തളർന്നൊരു കുട്ടിയെ, അവരുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചും ഇവർക്ക് ആശങ്ക ഉണ്ടാകാം. ഒരുപക്ഷെ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് ഏതൊക്കെ തരത്തിൽ എങ്ങനെ ചിന്തിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ മകൾക്കൊരു, നമ്മള് പോലീസിനോടും പ്രദേശവാസികളോടും സംസാരിക്കുമ്പോൾ കിട്ടുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്ന വിലയിരുത്തൽ മാത്രമാണ്. അങ്ങനെയാണോ എന്ന് പിന്നീട് മാത്രമേ പോലീസ് വേണം പറയുവാൻ. എന്നിരുന്നാൽ തന്നെയും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്താണ് മകളെ കൊലപ്പെടുത്തിയ അമ്മ ജീവനൊടുക്കിയത്. സ്കൂളിൽ കയറി അധ്യാപകനെ മർദ്ദിച്ച കേസിൽ രക്ഷിതാവ് അറസ്റ്റിൽ. തൃശൂർ ശ്രീനാരായണപുരം പോഴങ്കാവ് സ്വദേശി ധനേഷാണ് അറസ്റ്റിലായത്. പോഴങ്കാവ് സെന്റ് ജോർജ് LP സ്കൂളിലെ അധ്യാപകന ആല സ്വദേശി ഭരത് കൃഷ്ണയെ കഴിഞ്ഞ ദിവസമാണ് സ്കൂളിലെത്തിയ ഇയാൾ ആക്രമിച്ചത്. തിങ്കളാഴ്ച സ്കൂളിലെത്തിയ ധനേഷിന്റെ മകൻ അധ്യാപകരോട് പറയാതെ വീട്ടിലേക്ക് പോയിരുന്നു. പിന്നീട് വിദ്യാർത്ഥി അധ്യാപകൻ വീട്ടിൽ പോയി തിരികെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലേക്ക് വഴിവെച്ചത്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ പ്രതി ധനേഷ് റൗഡി ലിസ്റ്റിലുള്ള ആളാണ്, നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അതിനിടെയാണ് ഈ സ്കൂളിൽ നിന്നും പറയാതെ, അധ്യാപകരോട് പറയാതെ മകൻ, അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ വീട്ടിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാകുന്നത്. അതിൻ്റെ പേരിൽ ഈ അധ്യാപകനെ സ്കൂളിലെത്തി ധനേഷ് മർദ്ദിക്കുകയും ചെയ്തത്. ഇയാൾ ഒളിവിലായിരുന്നു. എങ്ങനെയാണ് പിടിയിലാകുന്നത്? നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണല്ലോ ഈ പിടിയിലായ ധനേഷ്. ടോമ്, ധനേഷ് ഏതാണ്ട് 4ഓളം കേസുകളിലെ പ്രതിയാണ്. അയാൾ ലിസ്റ്റിൽ, പോലീസിൻ്റെ ഗുണ്ടാ ലിസ്റ്റിലെല്ലാം തന്നെ പെടുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച വൈകിട്ട് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇയാൾ ഒളിവിൽ പോയിരുന്നു. അതിനുശേഷം ഇയാളുടെ സുഹൃത്തുക്കളും മറ്റും, അതോടൊപ്പം തന്നെ ഇയാളുടെ ഫോൺ, ഇതെല്ലാം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് നെടുമ്പാശ്ശേരി ഭാഗത്തു നിന്ന് തൃശ്ശൂർ പോലീസിൻ്റെ ഒരു സംഘം ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയിരുന്ന സംഘത്തിൻ്റെ പിടിയിലാകുന്നതും ചെയ്യുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് പറയുന്നത്, ഇതിൽ ഈ മകനെ വീട്ടിൽ വന്ന് തിരിച്ച് സ്കൂളിലേക്ക് തിരിച്ച് കൊണ്ടുപോയ സംഭവത്തിൽ പ്രകോപിതനായാണ് അയാൾ
സ്കൂളിലെത്തുകയും പിന്നീട് ഈ അധ്യാപകൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. തിരിച്ചു കൊണ്ടുപോയ ആ രീതി ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അധ്യാപകൻ പറയുന്നത് ക്ലാസ്സിൽ നിന്ന് പറയാതെ ഇറങ്ങിപ്പോയതാണ്, ക്ലാസ് കഴിയുന്നതിന് മുൻപ് ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ അതൊരു ഉത്തരവാദിത്വം എന്ന രീതിയിലാണ് അന്വേഷിച്ച് ചെല്ലുകയും അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലേക്ക് പോകരുത് ഒരു വിദ്യാർത്ഥി എന്നതെല്ലാം തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് ഇവിടേക്ക് സ്കൂളിലേക്ക് തിരിച്ച് കൊണ്ടുവരികയും എല്ലാം തന്നെ ചെയ്തത്. പക്ഷേ ഇത് ഈ പിതാവായ ധനേഷിനെ ഇഷ്ടപ്പെട്ടില്ല, ഈ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് അയാൾ പിതാവിനെ പുറകെത്തുകയും അത് ചോദ്യം ചെയ്യുകയും പിന്നെ സ്കൂളിൽ കയറി മർദ്ദിക്കുകയും എല്ലാം തന്നെ ചെയ്തു. സംഭവം വലിയ വിവാദമായതോടുകൂടിയാണ് ഇയാൾ ഒളിവിൽ പോകുന്നത്. സ്കൂൾ അധികൃതർ അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസടക്കം നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇയാളുടെ ഒരു പശ്ചാത്തലം അറിയുന്നത് കൊണ്ട് തന്നെയാണ് കേസിലേക്കും എല്ലാം തന്നെ നീങ്ങാനായിട്ട് ഇത് വിദ്യാഭ്യാസ സ്ഥാപനവും അതോടൊപ്പം തന്നെ ഈ അധ്യാപകനും എല്ലാം തന്നെ നിർബന്ധിതരാകുന്നത്. പിന്നീട് പോലീസിലേക്ക് പരാതി നൽകുകയും ചെയ്തു. ഏതായാലും അത്തരം പരാതിയുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നു. ഈ പരാതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തിയെന്നറിഞ്ഞപ്പോൾ തന്നെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് ഒരു ദിവസത്തോളം ഈ തിങ്കളാഴ്ച നടന്ന് ചൊവ്വാഴ്ചയോളം തന്നെ മുഴുവനായിട്ട് ഇയാളെ അന്വേഷിക്കുകയായിരുന്നു പോലീസ്. ഇയാളുടെ പതിവ് സ്ഥലങ്ങൾ അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾ എന്നിവരെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയായിരുന്നു. അത് പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി ഉണ്ട് എന്ന സൂചനകൾ ലഭിക്കുകയും പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഏതായാലും ഈ സംഭവം സ്കൂൾ അധികൃതർക്കും വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. കാരണം കുട്ടികൾ ഇതേപോലെ തിരിച്ച് പറയാതെ എല്ലാം തന്നെ പോകുമ്പോൾ അത് സാധാരണഗതിയിൽ വലിയ ചോദ്യങ്ങളാണ് അധ്യാപകർക്ക് നേരെ ഉയരുന്നത്. നിങ്ങൾ അന്വേഷിച്ചില്ലേ എന്നതെല്ലാം തന്നെ വരുന്നത്. ഇതിപ്പോൾ അന്വേഷിച്ച് ചെന്ന് ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം. അധ്യാപകരറിയാതെ ഈ കുഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിലടക്കം സ്കൂളിന്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിട്ടില്ലേ? കാരണം ഈ സ്കൂള് നേരാണ്, അവര് വീട്ടിലേക്ക് പോയി തിരികെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇത്രയധികം ഒരു സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സ്കൂളിൽ നിന്നും ഈ കുട്ടി വീട്ടിലേക്ക് അധ്യാപകനാരും അറിയാതെ പോയത്? ഇതേക്കുറിച്ചും പരിശോധിക്കേണ്ടതല്ലേ? അല്ല, അവർ അത് പരിശോധിക്കുന്നുണ്ട്. അത് ഉച്ചഭക്ഷണ സമയത്തേക്ക് പോയി എന്നതെല്ലാമാണ് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം. ആ സമയത്ത് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്ന ഒരു സമയം എന്ന രീതിയിലെല്ലാം കണ്ടുകൊണ്ടാണ് പോയത്. പക്ഷേ പിന്നീട് ഈ കുട്ടി ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ അന്വേഷിച്ച് പോകാനായിട്ടെല്ലാം തന്നെ തീരുമാനിക്കുകയും ചെയ്തത്. അതിൽ അവരുടെ സ്ഥാപനത്തിൻ്റെ ഒരു വീഴ്ച മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു വീഴ്ച മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവരത് അന്വേഷിക്കാനും പിന്നീട് തിരികെ കൊണ്ടുവരാനും എല്ലാം തന്നെ ശ്രമിച്ചത്. അതനുസരിച്ചാണ് ഇത് വീട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും തിരിച്ച് ക്ലാസ്സിലേക്ക് വരാൻ അവരെ നിർബന്ധിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിനുശേഷമാണ് ഈ പറയുന്ന ഈ അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് അവിടെ ഒരു അവസ്ഥ ഉണ്ടായതെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഏതായാലും അത്തരം കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ അധ്യാപകൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ചയുണ്ടായെന്നെങ്കിൽ കൂടി അതുകൂടി നിശ്ചയമായും തന്നെ അത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ അധ്യാപകനെ മർദ്ദിച്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കോടതിയിലടക്കം ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് നീങ്ങുകയാണ്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മാതാവിന് ജീവനാംശം നൽകാൻ മക്കൾക്കും ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി. ഗൾഫിൽ 2 ലക്ഷം രൂപ വരുമാനമുള്ള മകന്റെ വാദം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിർണായക ഉത്തരവ്. പശുവിനെ വളർത്തി ജീവിക്കുന്ന അമ്മയ്ക്ക് ഒന്നും നൽകേണ്ടതില്ലെന്ന മകന്റെ ന്യായം കോടതി നിരസിച്ചു. വിവാഹിതനായ തന്റെ കുടുംബത്തെയാണ് സംരക്ഷിക്കേണ്ടതെന്നായിരുന്നു മകന്റെ നിലപാട്. എന്തു തന്നെ ആയാലും മാതാവിനെ സംരക്ഷിച്ചേ മതിയാകുമെന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിരവധി വൃദ്ധ മാതാപിതാക്കൾ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ട്. സ്വന്തം മക്കൾ അവർക്ക് ചിലവിന് കൊടുക്കാത്ത, അവരെ നോക്കാത്ത ഒരു സാഹചര്യം, അങ്ങനെ നരക തുല്യമായ ജീവിതം അനുഭവിക്കുന്നവർ. ഇവിടെ വളരെ സുപ്രധാനമായ വിധിയാണ് ഈ കേസിൽ അമ്മയെ മകൻ നോക്കാത്തതുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. എന്താണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്?
ടോം, BNS 144 അനുസരിച്ചിട്ട് മക്കളിൽ നിന്ന് അമ്മയ്ക്ക് ജീവനാംശം ലഭിക്കാനുള്ള അർഹതയുണ്ട്. അത് മക്കൾ നൽകിയില്ലെങ്കിൽ നേരിട്ട് കോടതി ഇടപെടലിലൂടെ നിയമപരമായിട്ടോ അമ്മയ്ക്ക് ആ ജീവനാംശം ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള നിർദ്ദേശം തന്നെയാണ്. ഇതിപ്പോൾ ജീവനാംശം നൽകാൻ മകൻ വിസമ്മതിച്ചതോടുകൂടിയാണ് തിരൂർ കോടതിയിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ടത്. തിരൂർ കോടതിയുടെ വിധിയാണ് മാസത്തിൽ അമ്മയ്ക്ക് 5000 രൂപ വീതം ജീവനാംശം നൽകണം. ഈ മകന് 2 ലക്ഷം രൂപയോളം വരുമാനമുള്ള ജോലിയാണ് വിദേശത്തുള്ളത്. അതേസമയം മകൻ പറയുന്ന ന്യായീകരണം, താൻ വിവാഹിതരാണ്, തനിക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല തനിക്കുണ്ട്. അതേസമയം അമ്മ പശുവിനെ വളർത്തി ജീവിക്കുന്ന ആളാണ്, അമ്മയ്ക്ക് അതിൽ നിന്നും മികച്ച വരുമാനമുണ്ട്. അമ്മയുടെ ഭർത്താവ്, അതായത് അച്ഛൻ, അദ്ദേഹത്തിന് മത്സ്യബന്ധന ബോട്ടുണ്ട്, അതിൽ നിന്നും വരുമാനമുണ്ട്. അത്തരത്തിൽ തനിക്ക് അമ്മയെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. അതല്ലെങ്കിൽ തന്റെ സംരക്ഷണ ഇല്ലെങ്കിലും ജീവിച്ചു പോകാവുന്ന അല്ലെങ്കിൽ ചെലവുകൾ കഴിഞ്ഞു പോകാൻ പറ്റുന്ന പശ്ചാത്തലത്തിലാണ് അമ്മ നിലവിലുള്ളത് എന്നുള്ളതായിരുന്നു ഈ കോടതിയിൽ, ഹൈക്കോടതിയിൽ മകൻ നൽകിയ, അതായത് തിരൂർ കുടുംബ കോടതി വിധിക്കെതിരെ മകൻ നൽകിയ അപ്പീലിന് അങ്ങനെയായിരുന്നു അപ്പീലിൽ മകൻ പരാമർശിച്ചത്. അതിലാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിധി വന്നിരിക്കുന്നത്. അമ്മയെ സംരക്ഷിക്കാൻ മക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് ഭർത്താവ് സംരക്ഷിക്കുന്നുണ്ടോ, അമ്മയ്ക്ക് മറ്റു വരുമാനമുണ്ടോ എന്നുള്ളത് മക്കളുടെ വിഷയം ആയിരിക്കരുത്. മകൻ വിവാഹിതനാണ്, അല്ലെങ്കിൽ മക്കളെ സംരക്ഷിക്കണം, ഭാര്യയെ സംരക്ഷിക്കണം. ഈ ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം അമ്മയും അച്ഛനെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട്. മകന് ഈ 2 ലക്ഷം രൂപ വരുമാനമുണ്ട്. 25,000 രൂപ തനിക്ക് ജീവനാംശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അമ്മ തിരൂർ കോടതിയെ സമീപിച്ചത്. അതിലാണ് തിരൂർ കുടുംബ കോടതിയുടെ വിധിയാണ് 5000 രൂപ മാസം നൽകണം എന്ന് പറഞ്ഞ് വിധി വന്നിരിക്കുന്നത്. ആ വിധിക്കെതിരെയാണ് ഈ മകൻ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഇത്തരം നിരവധി തർക്കങ്ങൾ ഉണ്ടായപ്പോഴും മാതാപിതാക്കളെ ഈ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കുകയും വഴിയിൽ കൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ കോടതി സ്വമേധയാ ഇടപെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്നും മക്കൾക്കെതിരെ നടപടിയെടുക്കാനും അതിന്റെ നിയമസാധ്യതയും ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഉറപ്പിക്കുകയാണ് കൗസറുടെ പകത്തിന്റെ വിധി, ഈ വിഷയം ഉറപ്പിക്കുകയാണ്. അമ്മയും അച്ഛനും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മക്കൾക്കാണ്. അത് മാത്രമല്ല അമ്മയ്ക്ക് ജീവനാംശം എന്ന് പറയുമ്പോൾ സാധാരണ ഈ വിവാഹമോചന കേസുകളിലൊക്കെ ഈ ഭാര്യയ്ക്ക് ജീവനാംശം നൽകുന്ന വിധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു തുക നിശ്ചയിക്കും, ഇത്ര രൂപ എല്ലാ മാസവും നൽകണമെന്ന്. ഈ കേസിൽ അങ്ങനെ മാതാവിന് എല്ലാ മാസവും ഒരു നിശ്ചിത തുക ചിലവനായി നൽകണമെന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടോ? അത് തിരൂർ കുടുംബ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട് ടോം. 5000 രൂപ മാസം നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ട് കോടതി ഉത്തരവ് അങ്ങനെയായിരുന്നു. അമ്മ കോടതിയിൽ 25,000 രൂപ തനിക്ക് ജീവാംശം മാസം ലഭിക്കണം. കാരണം മകന് 2 ലക്ഷത്തിലധികം രൂപ ശമ്പളമുണ്ട്. അത്തരം ശമ്പളമുള്ള ജോലിയാണ് മകന് വിദേശത്തുള്ളത്. അതുകൊണ്ട് തനിക്ക് 25,000 രൂപ ജീവനാംശം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അമ്മ കോടതിയെ സമീപിച്ചിരുന്നത്. അങ്ങനെയാണ് തിരൂർ കോടതിയുടെ ഉത്തരവനുസരിച്ചിട്ട് 5000 രൂപ മാസം അമ്മയ്ക്ക് നൽകണമെന്നായിരുന്നു ഉത്തരവ്. ഈ ഉത്തരവ് ചോദ്യം ചെയ്താണ് മകൻ വീണ്ടും ഹൈക്കോടതിയിൽ എത്തുന്നത്. അതായത് ഈ 5000 രൂപ പോലും കൊടുക്കാൻ തനിക്ക് ബാധ്യതയില്ല, അതല്ലെങ്കിൽ തനിക്ക് അതിന് തയ്യാറല്ല എന്നുള്ള നിലപാടോട് കൂടിയാണ് മകൻ ഹൈക്കോടതിയിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയത്. BNS 144 അനുസരിച്ച് നേരത്തെ തന്നെ ഈ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ മാതാപിതാക്കൾ ജീവനാംശം നൽകേണ്ടുന്ന ഒരു സാഹചര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. മക്കൾക്ക് അച്ഛനെയും അമ്മയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന് തന്നെയാണ് നിയമം പറയുന്നത്. അങ്ങനെയാണ്, അത് തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിസ് കൗസറുടെ ഭാഗത്ത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതും. പ്രത്യേകിച്ചും ഈ തിരൂരത്തിലെ കോടതിയുടെ വിധിയെ അത് സസ്റ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള നീക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മകൻ ജീവനാംശം നൽകണം എന്നുള്ളത്, ഈ 5000 രൂപ നൽകണമെന്നായിരുന്നു തിരൂർ കോടതി ആവശ്യപ്പെട്ടിരുന്നത്. വലിയൊരു ആശ്വാസകരമാണ്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആജ്ഞ ഇതുപോലെ ദുരിത ജീവിതം നയിക്കുന്ന മക്കള് ചെലവിന് പോലും കൊടുക്കാത്ത മാതാപിതാക്കൾ നിരവധിയുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയെങ്കിൽ ഈ വിധി ഏറെ പ്രസക്തമല്ലേ, സുപ്രധാനമല്ലേ? സമാനമായ രീതിയിൽ ദുരിതമനുഭവിക്കുന്ന മാതാപിതാക്കൾക്കെല്ലാം ഈ ഒരു വിധി സ്വാഭാവികമായിട്ട് അവർക്കൊരു ഗുണം ചെയ്യുന്നതാണ്. എന്താണ് കോടതി അതുമായി ബന്ധപ്പെട്ട്, അതായത് ഇത്തരം കുടുംബങ്ങളിൽ, പല കുടുംബങ്ങളിൽ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളെ കുറിച്ചോ മറ്റോ ഈ വിധിക്കിടെ പരാമർശം നടത്തിയിട്ടുണ്ടോ? ടോം, അമ്മ പശുവിനെ വളർത്തി വരുമാനം നേടുന്ന സ്ത്രീയാണ്. അതിൽ നിന്ന് മികച്ച ആദായം അവർക്കുണ്ട്. അതുകൊണ്ട് താൻ
ചിലവ് നൽകേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് മകൻ കോടതിയിൽ, അതായത് ഹർജിയിൽ പരാമർശിച്ചപ്പോൾ കോടതി അതിൽ നടത്തിയ നിരീക്ഷണം ഇങ്ങനെയാണ്: അങ്ങേയറ്റവും ദൗർഭാഗ്യകരമാണ് ഇത്തരത്തിൽ വലിയ നിലയിൽ ജീവിക്കുന്ന ഒരു മകൻ, അതായത് മാസം 2 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു മകൻ, നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു മകൻ, തന്റെ അമ്മ പശുവിനെ വളർത്തി ജീവിതകാലം ശിഷ്ടകാലം കഴിഞ്ഞു കൂടണമെന്ന് നിർദ്ദേശിക്കുന്നത് തന്നെ, അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്നാണ് എന്ന സൂചനയോടുകൂടിയാണ് കോടതി വിധി പ്രസ്താവം നടത്തിയത്. എന്തായാലും ഈ അമ്മയുടെ അന്തസ്സിനെ പോലും പരിഗണിക്കാത്ത തരത്തിലാണ് മകൻ ജീവനാംശം നൽകാത്ത സാഹചര്യവും അത് അമ്മ ഏത് തരത്തിൽ ജീവിക്കണമെന്നുള്ള സാഹചര്യവും ചൂണ്ടിക്കാണിച്ചത് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യം ടോം സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ആശ്വാസകരമാണ്. പ്രത്യേകിച്ചും അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ വയസ്സായി കഴിഞ്ഞാലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചികിത്സിക്കേണ്ടതെന്ന സാഹചര്യമോ ഉണ്ടായിരിക്കുമ്പോൾ, കിടപ്പ് രോഗിയാകുന്ന സാഹചര്യം ഉണ്ടായി വരുമ്പോൾ വഴിയിലോ വൃദ്ധസദനങ്ങളിലോ ഒക്കെ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് ഇതൊരു സൂചന കൂടിയാണ് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും കോടതി ഇത്തരം കാര്യങ്ങളിൽ അങ്ങേയറ്റം നിഷ്കർഷയോടുകൂടി തന്നെയാണ് ഈ വിഷയം പരാമർശിച്ചിട്ടുള്ളത്. അമ്മയ്ക്ക് വരുമാനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മക്കളുടെ പ്രശ്നമല്ല, പക്ഷെ മക്കൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും അമ്മയുടെ ചിലവിനുള്ള തുക നൽകേണ്ടത് മക്കളുടെ ഉത്തരവാദിത്തമാണ്. അത് നിയമപരമായി തന്നെ നടപ്പിലാക്കുകയാണ് നിലവിലുള്ളത്. യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ സുപ്രധാനമായ വിധിയാണ് ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ CN വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ ഡീനിനെ പിന്തുണച്ച് BJP അംഗങ്ങൾ രംഗത്ത് വന്നു. ഇതിനിടെ വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് ദളിത് വ്യക്തിയാണെന്ന BJP സിൻഡിക്കേറ്റ് അംഗം PG വിനോദ് കുമാറിന്റെ പരാമർശം വിവാദമായി. ഈ ജാതി ഉള്ളവരെ ഏറ്റവും കൂടുതൽ ജാതി പറയുന്നത് അവരാണ്. കാരണം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ടീച്ചർ പറയാൻ വഴിയില്ല. ഞാൻ അന്വേഷിച്ചോ, ഒരു കാര്യം പറയാം. ടീച്ചറുടെ വീട്ടില് ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത്. അപ്പൊ ദളിതിന്റെ ഇതൊന്നും നമുക്ക് കേൾക്കണം കേട്ടോ. ഉത്തരം കിട്ടുമ്പോ കുഞ്ഞിനെ കാട്ടെന്ന് പറയുന്ന ഇതാണ്. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, ഏറെ നാടകീയമായ സംഭവങ്ങൾക്കാണ് കേരള സർവകലാശാല സാക്ഷ്യം വഹിച്ചത്. സെനറ്റ് യോഗത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുന്നു. എന്താണ് അതിനുശേഷം SFI നടത്തിയ പ്രതിഷേധ മാർച്ച് കൂടി? ഇപ്പോഴവിടെ സ്ഥിതി ശാന്തമാണോ? ഈ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടോ? ടോം, തീർച്ചയായും ഇപ്പോൾ നിലവിൽ അവിടെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈ സെനറ്റ് യോഗം അവസാനിച്ചു. VC-യും ഈ ഡീൻ അടക്കമുള്ള എല്ലാ അധ്യാപകരും സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട്. കാരണം യോഗം അവസാനിച്ചത് രാവിലെ 8:30 ആരംഭിച്ച സെനറ്റ് യോഗത്തിൽ തുടങ്ങിയ പ്രശ്നമാണ് പിന്നീട് വ്യാപിക്കുകയായിരുന്നു. അതായത് ഈ ഒരു ആരോപണ വിധേയയായ ഡീനെ ഈ ഒരു യോഗത്തിൽ നിന്നും പിരിച്ചുവിടണം, അതായത് പുറത്താക്കണം. ഒപ്പം ഇവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഇത്തരത്തിൽ പ്രതിഷേധം, പ്ലക്കാർഡുകളടക്കം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം തുടങ്ങിയത്. അതിനുശേഷം 3 മണിക്കൂറോളം ഈ ഒരു യോഗം തുടർന്നു. പക്ഷേ ആ സമയത്തൊന്നും VC യാതൊരുവിധ രീതിയിലും സഹകരിച്ചില്ല എന്ന് ആരോപണമുണ്ടായിരുന്നു. അതായത് ഈ ഒരു യോഗം നടപടികളിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ ഇതിലൊരു കൃത്യമായ ഒരു മറുപടി പറയാനോ ഒന്നും ഇത്തരത്തിൽ VC തയ്യാറായില്ല. പിന്നീട് എല്ലാ അജണ്ടയിലെ എല്ലാ കാര്യങ്ങളും പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഓഫീസിൽ നിന്നും, അതായത് ഈ ഒരു യോഗത്തിൽ നിന്നും അദ്ദേഹം പുറത്തു പോവുകയായിരുന്നു. അതിനുശേഷമാണ് SFI അടക്കം ഈ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അതായത് ഈ ഒരു ജാതി അധിക്ഷേപം മാത്രമല്ല, ഈ ഒരു വിദ്യാർത്ഥികളുടെ പല കാര്യങ്ങളിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു SFIയുടെ പ്രതിഷേധം. അതിനൊപ്പം തന്നെ ഈ ഒരു ജാതി അധിക്ഷേപം നടത്തിയ ഈ വിജയകുമാരിക്കെതിരെ അടക്കം SFIയുടെ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു VC-യെ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ പ്രതിഷേധം അത്തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നൊരു സൂചന നൽകിയതിനു ശേഷമാണ് ഈ ഒരു പരിപാടികൾക്ക് ശേഷം, ഈ ഒരു യോഗ നടപടികൾക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ VC-യുടെ വാഹനം തടഞ്ഞതും തുടർന്ന് ഈ പ്രവർത്തകരുമായി പോലീസുമായി ഉന്തും തള്ളും മറ്റും ഉണ്ടാവുകയും തുടർന്ന് പോലീസ് വരെ ബലപ്രയോഗത്തിലൂടെ കൂടിയായിരുന്നു അറസ്റ്റ് ചെയ്ത് നീക്കിയത്. തുടർന്നായിരുന്നു VC-ക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിന്നും പോകാൻ കഴിഞ്ഞത്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. പക്ഷേ ഈ ഒരു വിഷയമായി, ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് SFI അറിയിച്ചത് കേട്ടോ. അതായത് വരും ദിവസങ്ങളിലും SFIയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടാകും എന്നല്ല കരുതേണ്ടത്? തീർച്ചയായും. കാരണം ഈ ഒരു ഡീനെതിരെ കൃത്യമായി നടപടി എടുക്കുന്നില്ല എന്നതാണ് പ്രധാനമായും ഉയർത്തി കാണിക്കുന്ന ഒരു വിഷയം. മാത്രമല്ല ഈ ഡീൻ സെനറ്റ് യോഗത്തിലടക്കം പങ്കെടുത്തു. സെനറ്റ് യോഗത്തിൽ ഈ ഒരു
ഈ ഒരു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി അത് അത്തരത്തിലൊരു അനുവാദം നൽകാത്ത തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളടക്കം ചെയ്തു. അതിനെല്ലാം VC-യും പിന്നെ ഒപ്പം തന്നെ ചാൻസലർ അടക്കം മൗനസമ്മതം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഈ ഒരു പദവിയിൽ തുടരാനുള്ള ഈ ഒരു സാഹചര്യം ഒരുക്കി നൽകി എന്നാണ് പറയുന്നത്. ഇതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒന്നുണ്ട്. ഇതിൽ കൂടുതൽ സമര നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് SFI അറിയിച്ചത്. കാരണം ഈ ഒരു വൈസ് ചാൻസലറെ ഇത്തരത്തിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന തരത്തിലേക്ക് അടക്കമുള്ള പ്രസ്താവനകൾ ഈ ഒരു SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഉന്നയിച്ചിരുന്നു. അതെല്ലാം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുമാണ്. അത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിനിടയിലാണ് പിന്നീട് VC-യുടെ വാഹനം തടഞ്ഞതും തുടർന്ന് സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നതും. ഇനിയൊരു സാഹചര്യം, അതായത് വിദ്യാർത്ഥികളുടെ വളരെയധികം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള SFIയുടെ പ്രതിഷേധം, ഒപ്പം തന്നെ ഈ ഒരു PhD സ്റ്റുഡന്റിന് നേരിടേണ്ടി വന്ന ജാതി അധിക്ഷേപം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. DN-CN വിജയകുമാരിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സെനറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. അതിനിടെ SFI നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.